രമേശൻ നായർ ഇച്ഛിച്ചതും സുകുമാരൻ നായർ കൽപ്പിച്ചതും. സമുദായ നേതാക്കൾ രാഷ്ട്രീയക്കാരന്മാർക്ക് ചൊറിഞ്ഞു കൊടുക്കുന്നതും തിരിച്ച് രാഷ്ട്രീയ നേതാക്കൾ സമുദായ നേതാക്കന്മാർക്ക് മാന്തി കൊടുക്കുന്നതും കേരളത്തിൽ പുതിയ സംഭവമല്ല, വാർത്തയുമല്ല. ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ രണ്ടിൻ്റെയും തുടക്കം മുതൽ തന്നെ പരസ്പര പൂരകങ്ങളാണ്, ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ് എന്ന് മനസ്സിലാക്കാം. അതുകൊണ്ട് തന്നെ മലയാളികൾക്ക് ഇത്തരം ചൊറിഞ്ഞുകൊടുപ്പ് ഒരു പുത്തരിയല്ല. എന്നാൽ ഇത്തരം ഒരു ചൊറിഞ്ഞുകൊടുപ്പ് ചില പ്രത്യേക കാരണങ്ങൾ കൊണ്ട് ഇപ്പോൾ വാർത്തയായിരിക്കുകയാണ്. NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായരും ചെന്നിത്തല രമേശൻ നായരും തമ്മിലുള്ള ആ പരസ്പരം ചൊറിയലാണ് ഇപ്പോൾ രാഷ്ട്രീയ കേരളത്തിലെ സംസാര വിഷയം. വലിയ കാര്യമുള്ളത് വല്ലതുമാണോ? അല്ല. കേരളത്തിലെ പ്രബലമായ 3 രാഷ്ട്രീയ മുന്നണികളിലും പ്രമുഖരായ പലതരത്തിലുള്ള നായന്മാരുണ്ടെങ്കിലും എന്തോ സുകുമാരൻ നായർക്കും ചെന്നിത്തല നായർക്കും എന്തോ പെട്ടെന്നൊരു സ്നേഹം എന്ന് പറഞ്ഞാൽ നക്കി തോർത്തിയില്ലെന്നേ ഉള്ളൂ. അല്ലാത്ത എല്ലാ സ്നേഹപ്രകടനവും ഇന്നലെ മന്നം അനുസ്മരണ വേദിയിൽ നടക്കുകയുണ്ടായി. ചെന്നിത്തല ശരിക്കും നായരാണോ എന്ന് ആരോ സംശയം പ്രകടിപ്പിച്ചതുപോലെയായിരുന്നു സുകുമാരൻ നായരുടെ കുത്തും കോളും ഒക്കെ വെച്ചുള്ള ആ മറുപടി. രമേശൻ നല്ല ഒന്നാം തരം നായരാണെന്നും NSSന്റെ പുത്രനാണെന്നും സുകുമാരൻ നായർ ഉറപ്പിച്ചു പറഞ്ഞു. അത് ആരോടാണെന്ന് മാത്രം ഈയുള്ളവന് മനസ്സിലായില്ല. ചിലപ്പോൾ ഹൈക്കമാൻഡിനോടാവും. അവർ സൂക്ഷ്മദർശിനിയും സ്പന്ദമാപ്പിനിയും ഒക്കെയായി കേരളത്തിലോട്ട് നോക്കിയിരിക്കുകയാണല്ലോ. ഡൽഹിയിലോട്ടൊക്കെ നോക്കിയിട്ട് ഇനി ഒരു കാര്യവുമില്ലെന്ന്. ഞാൻ മുൻപേ പലതരത്തിലുള്ള നായന്മാർ ഇവിടെ ഉണ്ടെന്ന് പറയുവാൻ കാരണം നായന്മാർക്ക് പോലും അറിയില്ല തങ്ങളുടെ ഇടയിൽ ഇത്രയും വിഭാഗങ്ങളുണ്ടെന്ന്. ഉദാഹരണത്തിന് ഇല്ലൻ നായർ, അതിൽ തന്നെ പിള്ള, കുറുപ്പ്, തമ്പി, മീനച്ചിൽ കർത്താവ് എന്നീ പല പേരുകളിലുമുള്ളവരുണ്ട്. എല്ലാ നായന്മാരെക്കാളും നല്ല ഗുണങ്ങൾ കിട്ടിയിരിക്കുന്ന നായന്മാർ ഇവരാണെന്നാണ് ഇവർ തന്നെ അവകാശപ്പെടുന്നത്. പിന്നെ മറ്റൊരു സൈസ് നായന്മാരുണ്ട്, സ്വരൂപത്തിൽ നായർ. നല്ല പടയാളികളായിരുന്നു ഇക്കൂട്ടർ. അടിക്കടി, വെട്ടിന് വെട്ട്. അടുത്ത കൂട്ടരാണ് വെള്ളായ്മ നായർ എന്നും അറിയപ്പെടുന്ന കിരിയത്തിൽ നായർ. ഇവരുടെ ഉപവിഭാഗമാണ് നായനാർ, നമ്പ്യാർ ഒക്കെ. കണ്ണൂർ, പാലക്കാടൊക്കെ ഇത്തരം നായന്മാരാണത്രേ കൂടുതൽ ഉള്ളത്. അതിലെല്ലാം ഉപരി ഏറ്റവും മുന്തിയിനം എന്ന് പറയുന്നത് മാവേലിക്കര നായർ എന്നൊരു കൂട്ടർ ഉണ്ടത്രേ. നമ്മുടെ രമേശൻ നായർ ഈ കൂട്ടത്തിൽ വരുന്ന ഒരു നായരാണത്രേ. പിന്നെ ചങ്ങനാശ്ശേരി നായർ, പെരുന്നയിലും പ്രാന്തപ്രദേശങ്ങളിലും മാത്രം കാണപ്പെടുന്ന ശുദ്ധ നായന്മാർ, കോട്ടയം നായർ, കട്ടപ്പന നായർ, മറയൂർ നായർ, പറവൂർ നായർ എന്നിങ്ങനെയും ഏരിയ തിരിച്ച് നായന്മാരുണ്ടത്രേ. പറവൂർ മേഖലയിൽ ഉള്ള നായന്മാരോട് പെരുന്നയിലും പ്രാന്തപ്രദേശങ്ങളിലുമുള്ള നായന്മാർക്ക് അത്ര പോരാ എന്നാണ് പറയുന്നത്. എന്നാൽ മാവേലിക്കര നായന്മാരുടെ കയ്യിൽ നല്ല ദമ്മണിയുള്ളത് കൊണ്ട് അവരുടെ ഒരു പ്രത്യേക ഇഷ്ടവും വാത്സല്യവും ഒക്കെ ഉണ്ടത്രേ. പക്ഷേ ഈ പറഞ്ഞ എല്ലാ ഇനം നായന്മാരെയും ഒരു ചരടിൽ കെട്ടി ഒരു സമുദായാചാര്യനെ നയിക്കുവാൻ സാധിച്ചിട്ടുണ്ടോ? ചട്ടമ്പിസ്വാമി വിചാരിച്ചിട്ട് പറ്റിയിട്ടില്ല. സാക്ഷാൽ മന്നത്ത് പത്മനാഭൻ വിചാരിച്ചിട്ടും നടന്നിട്ടില്ല. പിന്നെ ഇപ്പോൾ ഒട്ടും സാധിക്കില്ല. ഇത് മനസ്സിലാക്കി തന്നെയാണ് പണ്ട് ചെന്നിത്തല നായർ തനിക്ക് വെളിവുണ്ടായിരുന്ന കാലത്ത് തന്നെ താക്കോൽ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കണം എന്ന റെക്കമെൻഡുമായി സുകുമാരൻ നായർ വന്നപ്പോൾ എന്നെ വെറും ഒരു നായർ ബ്രാൻഡാക്കി മാറ്റരുത് എന്ന് പറഞ്ഞ് സുകുമാരൻ നായരെ നാറ്റിച്ച് നാണം കെടുത്തി വിട്ടത്. അന്ന് ഡെമോഗ്രാഫിയെക്കുറിച്ച് ചെന്നിത്തലയ്ക്ക് നല്ല ബോധം ഉണ്ടായിരുന്നത് കൊണ്ടാണ് അങ്ങനെയൊക്കെ പറഞ്ഞത്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു ദോഷവും സംഭവിച്ചില്ല. കഴിഞ്ഞ കുറേ നാളുകളായി എൻ്റെ സെക്കുലർ ക്രെഡൻഷ്യൽസിനെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള ആസൂത്രിതമായ ഗൂഢാലോചന നടന്നു വരുന്നതായി ഞാൻ സംശയിക്കുന്നു. ഇത് ഞാൻ നേരത്തെ തുറന്നു പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പോഴും അത് തുടരുമ്പോൾ എൻ്റെ സംശയം കൂടുതൽ ബലപ്പെടുകയാണ്. എൻ്റെ നിലപാടുകൾ സുവ്യക്തമായിരിക്കെ NSS ജനറൽ സെക്രട്ടറിയുടെ പ്രസംഗത്തിൽ എന്നെ വലിച്ചിഴക്കേണ്ട കാര്യമില്ല. ഒരു പൊതുനയം എന്നുള്ള നിലയിൽ സാമൂഹ്യ സാമുദായിക സംഘടനകളും അതിൻ്റെ നേതാക്കളും അവരുടെ അതിർവരമ്പുകൾ ലംഘിക്കുന്നത് ഉചിതമല്ല. കേരളത്തിലെ ഇന്നത്തെ രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യങ്ങളിൽ ഒരിക്കലും അഭികാമ്യവുമല്ല. ഈ സന്ദർഭത്തിൽ ഒരു കാര്യം ഞാൻ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഈ മന്ത്രിസഭയിലേക്ക് ഇല്ല. അന്ന് ചെന്നിത്തല നായർക്ക് നല്ല വെളിവുണ്ടായിരുന്നത് കൊണ്ടാണ് അങ്ങനെ പറയുവാൻ തോന്നിയത്. കാരണം ഈ കേരളത്തിൽ സകലമാന നായന്മാരെയും എടുത്ത് കണക്ക് കൂട്ടിയാലും കൂടിപ്പോയാൽ 10 അല്ലെങ്കിൽ 12% ആളുകളെ ഉണ്ടാവൂ. അവരാരും സുകുമാരൻ നായരുടെ മുണ്ടിൻ്റെ കൊന്തലയിൽ കെട്ടപ്പെട്ടവരല്ല. അവർക്ക് അവരുടേതായ രാഷ്ട്രീയ കാഴ്ചപ്പാടുള്ളവരാണ്. അവർ കേരളത്തിലെ മുസ്ലിം ലീഗ് ഒഴിച്ച് സകല പാർട്ടികളിലും പ്രത്യയശാസ്ത്രങ്ങളിലും വിശ്വസിക്കുന്നവരുമാണ്. ഇതിൽ വളരെ നല്ലൊരു ശതമാനം ആളുകളും ഇന്ന് കേരളത്തിന് പുറത്തും വിദേശ രാജ്യങ്ങളിലും അടക്കം ആണ്. ചുരുക്കം പറഞ്ഞാൽ പരമാവധി 2% ആളുകൾ പോലും സുകുമാരൻ നായർ പറഞ്ഞാൽ കേൾക്കാൻ ഉണ്ടാവില്ല.
അതുകൊണ്ട് താൻ ഒരു നായർ ബ്രാൻഡായി മാറിയാൽ അത് തൻ്റെ കരിയർ നശിപ്പിക്കും എന്ന ബോധം ഉള്ളത് കൊണ്ടായിരുന്നു അന്ന് രമേശ് ചെന്നിത്തല മുഖത്തടിച്ച് അങ്ങനെ പറഞ്ഞത്. അതുകൊണ്ട് 11 വർഷം ഇവർ തമ്മിൽ മിണ്ടിയിട്ടില്ല. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കണം, ഈഴവർ കേരളത്തിലെ ഏറ്റവും അംഗസംഖ്യയുള്ള ജാതിയും വളരെ പ്രബലരായ ഒരു ഹിന്ദു വിഭാഗവുമാണ് ഇന്ന്. കേരള ജനസംഖ്യയുടെ ഏകദേശം 23% പരം ഈഴവ ജാതിക്കാരാണ് എന്ന് മനസ്സിലാക്കുക. അതായത് നായന്മാരുടെ ഏകദേശം ഇരട്ടി വരും ഇന്ന് അവരുടെ അംഗസംഖ്യ. അവർ ഇന്ന് എല്ലാ പാർട്ടികളിലുമായി ചിതറിക്കിടക്കുന്നു. വെള്ളാപ്പള്ളി പറഞ്ഞാൽ പക്ഷേ അവർ പട്ടിയുടെ വില പോലും കൽപ്പിക്കാറില്ല. അവരും വെള്ളാപ്പള്ളിയുടെ കോന്തലയിൽ ബന്ധിക്കപ്പെട്ടവരല്ല. അതുകൊണ്ടാണ് രമേശൻ നായർ സുകുമാരൻ നായരെയും വെള്ളാപ്പള്ളിയെയും ഒരുപോലെ വണങ്ങുന്നത്. അതുകൊണ്ടാണ് താൻ ഒന്നാം തരം നായരാണെന്ന് പറയുകയും സെക്കുലർ ഔട്ട്ലുക്ക് മെയിൻറ്റെയിൻ ചെയ്യുവാൻ ശ്രമിക്കുന്നത് എന്ന് പറയുകയും ചെയ്യുന്നത്. കാരണം നായരിസം പറഞ്ഞാൽ 2% പോലും കൂടെ കാണില്ല, അല്ലെങ്കിൽ ഒരു മാടമ്പി കളിക്കുവാൻ നോക്കിയേനെ. എന്നാൽ ഇന്ന് എന്തുകൊണ്ടാവാം രമേശ് ചെന്നിത്തല താൻ ഒരു 916 നായരാണെന്ന് പരസ്യമായി വിളിച്ചു പറയുവാൻ ധൈര്യം കാണിക്കുന്നതും, അതുപോലെ സുകുമാരൻ നായർ പഴയ വൈരം മറന്ന് രമേശൻ നല്ല ഒന്നാം തരം നായരാണെന്ന് സർട്ടിഫൈ ചെയ്യുകയും ചെയ്യുന്നത്? അത് പറയുന്നതിന് മുമ്പ് ഇന്നലെ ഞങ്ങൾ നൽകിയ ഒരു വാർത്താശകലം കണ്ടു മടങ്ങി വരാം. മഹാരാഷ്ട്രയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുടക്കേണ്ടിയിരുന്ന ശതകോടികൾ ചെന്നിത്തല മുടക്കാതെ അവയെല്ലാം കേരളത്തിൽ എത്തിച്ചിട്ടുണ്ട് എന്നാണ് വിവരം. ഈ ഫണ്ട് കൊണ്ടാണ് ഇപ്പോൾ നടത്തുന്ന PR മാമാങ്കം എല്ലാം നടത്തുന്നത്. ഇന്നത്തെ മലയാള മനോരമയും മാതൃഭൂമിയും അടക്കം നോക്കുക. കോടികൾ മുടക്കി ഓൾ എഡിഷനിൽ 1-ാം പേജിൽ പരസ്യം നൽകിയിരിക്കുന്നു. ആരാണ് ഇതിന് പണം മുടക്കിയിരിക്കുന്നത് എന്നറിയുവാൻ ഇന്നു മുതൽ മലയാള മനോരമയിലും മാതൃഭൂമിയിലും വരുന്ന വാർത്തകളിൽ ആരെയാണ് ഹൈലൈറ്റ് ചെയ്യുന്നത് എന്നും മാത്രം നോക്കിയാൽ മതി. ഇനി നമുക്ക് ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ ഇന്നത്തെ മലയാള മനോരമ മാതൃഭൂമി പത്രങ്ങളുടെ ആ 1-ാം പേജിലെ വാർത്തയും ഫോട്ടോയും ഒന്ന് കാണാം. ഇതിൽ എല്ലാമുണ്ട്, എല്ലാം. ഈ ഫ്രെയിമിൽ രണ്ടുപേർക്കും പറയുവാനുള്ളത് കൃത്യമായി ഉണ്ട്. ടെൽ ഇമേജ്. സമുദായ നേതാക്കളും രാഷ്ട്രീയ നേതാക്കളും കാറ്റിനൊത്ത് തൂറ്റുന്നവരാണ് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് ഇവർ രണ്ടുപേരും കാറ്റിനൊത്ത് തൂറ്റുന്നു, അത്രയുമേ ഉള്ളൂ. കേരളത്തിലെ ആചാരമനുസരിച്ച്, താരിപ്പനുസരിച്ച് അടുത്തത് UDF ഭരണം വരുവാനാണ് സാധ്യത. അപ്പോൾ സുകുമാരൻ നായരുടെ ആവശ്യമാണ് UDFിലേക്ക് ഒരു പാലം. VD സതീശൻ അല്പം അഹങ്കാരിയാണെന്നാണ്, തൻ്റെ മുന്നിൽ കുനിഞ്ഞു നിൽക്കലെന്നാണ് സുകുമാരൻ നായരുടെ ഒരു പരാതി. സമുദായ നേതാക്കളുടെ തിണ്ണം നിരങ്ങുവാൻ എന്നെ കിട്ടില്ല എന്ന് സതീശൻ പറഞ്ഞതും ഒരു കല്ലുകടിയായി അവശേഷിക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കുനിഞ്ഞു നിൽക്കുക മാത്രമല്ല മെഴുകുവാനും തയ്യാറായി ഇതാ രമേശൻ നായർ നിൽക്കുന്നു. എന്നെ ഒന്ന് പൊക്കിവിടണം, ചിറക് ഒടിഞ്ഞിരിക്കുകയാണെന്നും പറഞ്ഞ് ഒരു ലിഫ്റ്റിംഗ്, അത്രമാത്രം. അങ്ങനെ സമ്മാനമനസ്കർ ഒട്ടി. ഇതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചുമുള്ള ചില PR വർക്കുകളാണ് നമ്മൾ മാധ്യമങ്ങളിൽ കൂടെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ PV അൻവറിനെ ചിലർ ചാട്ടയിൽ കയറ്റി 2 ആഴ്ച എന്തുവായിരുന്നു? തൊപ്പി തെറിപ്പിക്കൽ, സർക്കാർ മറിച്ചിടൽ, പുതിയ പാർട്ടി രൂപീകരിക്കൽ, പുതിയ ജില്ലാ ഉപതെരഞ്ഞെടുപ്പ് മത്സരം, ഇപ്പോൾ പവനായി ശവമായി. ഇത്തരം പരിപാടികൾക്കൊക്കെ ആയുസ് ഇത്രമേ ഉള്ളൂ. പക്ഷേ 916 മാവേലിക്കര നായർ, രമേശൻ നായർ മറന്നുപോയ ചില കണക്കുകളുണ്ട്. 12% നായർ വോട്ടുകളിൽ സുകുമാരൻ നായരുടെ റെക്കമെൻഡേഷൻ കൊണ്ട് എത്ര ശതമാനം വോട്ട് കിട്ടും? ക്രിസ്ത്യാനികൾ 18.38% ഇവിടെയുണ്ട്. മുസ്ലിമുകൾ 26.56% ഇവിടെയുണ്ട്. അതുകൊണ്ട് സുകുമാരൻ നായർ വിചാരിച്ചാൽ ഇവിടെ ഒരു പുട്ടും സംഭവിക്കില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. പക്ഷേ നിങ്ങളുടെ നായരുകളി കൊണ്ട് ഇവിടുത്തെ മറ്റ് ന്യൂനപക്ഷ വോട്ടുകൾ ധ്രുവീകരിക്കപ്പെടും. UDFിൽ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി കടിപിടി തുടങ്ങി എന്ന ആ പ്രതീതി നിങ്ങളായിട്ട് തന്നെ ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാക്കിക്കൊടുത്തു. പിണറായി സർക്കാരിൻ്റെ ജനദ്രോഹപരമായ പ്രവർത്തനങ്ങളിൽ നിന്നും ജനശ്രദ്ധ നിങ്ങൾ നിങ്ങളുടെ ചക്കുളത്തിപ്പോരിലേക്ക് മാറ്റി പിണറായിയെ രക്ഷിച്ചു. കടുത്ത ആന്റി ഇൻക്യുംബൻസി ഫാക്ടറിന്റെ തീവ്രത നിങ്ങൾ ഒറ്റയൊരാൾ കുറച്ചു കളഞ്ഞു. ജയിക്കുന്നതിന് മുമ്പ് തന്നെ തമ്മിലടി തുടങ്ങിയവന്മാരെക്കാൾ എത്രയോ ഭേദമാണ് പിണറായി എന്ന രീതിയിൽ സാധാരണ ജനങ്ങൾ ചിന്തിക്കുവാൻ തുടങ്ങുവാനുള്ള അവസരം നിങ്ങളായി ഉണ്ടാക്കിക്കൊടുത്തു. നിങ്ങളുടെ മുഖ്യമന്ത്രി കസേരയോടുള്ള ആ മുടിഞ്ഞ അത്യാഗ്രഹം കേരളത്തിൽ കോൺഗ്രസിനെ അടുത്ത തവണയും പ്രതിപക്ഷത്തിരുത്തും. നിങ്ങളുടെ നാണംകെട്ട കളിയിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ട് മുസ്ലിം ലീഗ് CPM-വുമായി സഖ്യം ചേർന്ന് സംസ്ഥാനം ഭരിക്കുന്നത് നിങ്ങൾ കാണേണ്ടി വരും. ശരിക്കും രമേശ് ചെന്നിത്തല, നിങ്ങൾ ഈ ലക്ഷ്യം വെച്ച് അവരുടെ ഏജന്റായി അല്ലേ ഇപ്പോൾ ഈ ക്ഷുദ്രപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്? നിങ്ങൾ ഇനിയും ഇതുപോലെ തന്നെ ഓടി നടക്കണം, എന്നാലേ UDF മുടിയുകയുള്ളൂ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.